നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? തിരിച്ച് ഉപദ്രവിക്കാൻ നോക്കും, ശരിയല്ലേ? ഈ പ്രതികാരം ചെയ്യുക എന്നത് മനുഷ്യന് മാത്രം ഉള്ള ഒരു സ്വഭാവമാണോ? ഓർമ്മശക്തിയുള്ള ബുദ്ധിമാന്മാരായ ജീവജാലങ്ങളും ഇങ്ങനെ പ്രതികരിക്കും. 10 ബുദ്ധിമാന്മാരായ ജീവജാലങ്ങളുടെ വീഡിയോ ഞങ്ങൾ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. തന്നെ ഉപദ്രവിച്ചത് ഓർത്തുവെച്ച് മനുഷ്യനെതിരെ പ്രതികാരം ചെയ്ത 10 ജീവജാലങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അതിനു മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്പർ 10 ക്രോസ്. ഓർമ്മശക്തിയുടെയും ബുദ്ധിയുടെയും കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പക്ഷിയാണ് കാക്കകൾ. അവരെ പരിശീലിപ്പിച്ചാൽ തത്തകളെ പോലെ തന്നെ സംസാരിക്കാൻ കഴിയുമെന്ന് മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വാഷിംഗ്ടൺ സർവകലാശാലയിലെ കുറച്ച് വിദ്യാർത്ഥികൾ ഗവേഷണ ആവശ്യത്തിന് കുറച്ച് കാക്കകളെ പിടികൂടി വിട്ടയച്ചിരുന്നു. അവർ മാസ്ക് ഉപയോഗിച്ചായിരുന്നു കാക്കകളെ പിടികൂടിയിരുന്നത്. അതിനുശേഷം അവിടെയുള്ള കാക്കകൾ മാസ്ക് ധരിച്ചവരെ കാണുമ്പോൾ കോപാകുലരാവുകയും അവരെ ആക്രമിക്കാനും തുടങ്ങി. ഈ ഒരു ശീലം മുതിർന്ന കാക്കകളിൽ നിന്നും കുഞ്ഞു കാക്കകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു. ഓർമ്മകളുടെ ഒരു ശക്തമായ റോൾ ഈ പ്രവൃത്തിയിൽ ഉണ്ടെന്ന് പൂർണ്ണമായും മനസ്സിലാക്കാം. കാക്കകളുടെ ഏകത്വ സ്വഭാവം ഇത്തരം പ്രതികാര നടപടികളിൽ വലിയ രീതിയിൽ പരിക്കേൽപ്പിക്കാൻ ഇടയാകുന്നു. നമ്പർ 9 കോബ്ര. 2016 ജൂലൈയിൽ ഒരു കിങ് കോബ്ര ഒരു ഗായികയെ മരണത്തിലേക്ക് കൊണ്ടുവിട്ടു. അത് ഒരു നിർഭാഗ്യകരമായ സംഭവമാണെങ്കിലും ആ മരണത്തെ അവൾ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. സംഗീത പരിപാടിക്കിടയിൽ അവർ രാജവെമ്പാലയെ കയറി ചവിട്ടുകയും അത് അതിനറിയാവുന്ന രീതിയിൽ തിരിച്ചു പ്രതികരിക്കുകയും ചെയ്തു. പാമ്പാട്ടികൾ നൽകുമായിരുന്ന മറുമരുന്ന് അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. ആരാധകരെ അവർക്ക് നിരാശപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. 45 മിനിറ്റിന് ശേഷം അവൾ ശക്തിയായി ഛർദ്ദിക്കാൻ ആരംഭിച്ചു. ഉടനടി ആശുപത്രി എത്തിച്ചുവെങ്കിലും അവർ മരണപ്പെടുകയായിരുന്നു. നമ്പർ 8 എലിഫന്റ്. കരയിലെ ഏറ്റവും വലിയ ജീവിയെ ഉപദ്രവിച്ചാൽ എങ്ങനെയിരിക്കും? ആനകൾ പൊതുവെ ഒരു അക്രമകാരിയല്ല. അങ്ങനെ ആവണമെങ്കിൽ ഒന്നുകിൽ അതൊരു ഒറ്റയാനായിരിക്കണം, അല്ലെങ്കിൽ മതപ്പാടുള്ളതായിരിക്കണം. 2011 ജൂലൈയിൽ ഒരു ഇന്ത്യൻ ഗ്രാമത്തിലുണ്ടായ സംഭവം പറയാം. സാധാരണയായി ആനകൾ ശാന്തരായി സഞ്ചരിക്കുന്ന പ്രദേശമായിരുന്നു ഇവിടം. അപ്പോഴാണ് ആ കൂട്ടത്തിൽ ഒരു ആനയെ ആൾക്കാർ വിഷം വെച്ച് കൊന്നുകളഞ്ഞത്. ഈ സംഭവത്തോടെ ആ നാട്ടുകാരുടെ ഉറക്കമില്ലാത്ത രാത്രികൾക്ക് തുടക്കം കുറിച്ചു. 50ഓളം വീടുകളാണ് ആന തകർത്തത്. അധികാരികൾ വന്ന് ആനയെ നിയന്ത്രിക്കുന്നതുവരെ അവർ മരങ്ങളുടെയും മറ്റും തണലിൽ ജീവിക്കേണ്ടി വന്നു. എന്തായാലും വളരെ വ്യക്തമായ ഒരു സന്ദേശം ആനകൾ നൽകി: ഞങ്ങൾക്ക് പണിയുണ്ടാക്കി തരരുതെന്ന്. നമ്പർ 7 ടൈഗർ. കടുവകൾ തന്റെ ഇണയെയും കുഞ്ഞിനെയും കൊന്നതിന് പ്രതികാരം ചെയ്യുന്നു. പെൺകടുവകളാണ് കുടുംബത്തെ സംരക്ഷിക്കുന്നത്. ഒരിക്കൽ മദ്യനിർമ്മാതാക്കളായ ഒരു സംഘം കാട്ടിലേക്ക് വന്നു. അവർ ആ അമ്മയെയും കുഞ്ഞു കടുവകളെയും വെടിവെച്ചു കൊന്നതിന് ശേഷം നഖവും തൊലിയും മാംസവും പങ്കിട്ടെടുത്തു. 3 ദിവസങ്ങൾക്ക് ശേഷം ഈ സംഘം വീണ്ടും എത്തി. ഇത് കാത്തിരുന്ന ആൺകടുവ അവരിൽ ഒരാളെ പിടികൂടി കൂട്ടിലേക്ക് വലിച്ചിടിച്ചു കൊണ്ടുപോയി. വളരെ പരിക്കുകളോടെ അയാളെ കണ്ടെത്തിയെങ്കിലും അയാൾ മരണത്തിന് കീഴടങ്ങി. ആദ്യ കൊലപാതകത്തിൽ തൃപ്തിയടയാത്ത കടുവ അടുത്ത 2 മാസത്തേക്ക് ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു. 2 മാസമായി അത് ഏതൊരു മനുഷ്യനെയും ആക്രമിക്കാൻ ആരംഭിച്ചു. നമ്പർ 6 ക്യാമൽ. ഒട്ടകം തന്റെ ഉടമസ്ഥന്റെ തലയിൽ കടിക്കുന്നു. മീഡിയ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു: തന്റെ വീട്ടിലെ അതിഥികളുമായി ഒരു ദിവസം മുഴുവൻ ഉടമസ്ഥൻ തിരക്കിലായിരുന്നു. തനിക്ക് ഇങ്ങനെയൊരു ഒട്ടകം ഉണ്ടെന്ന് പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ലായിരുന്നു. വൈകുന്നേരം അവനെ അഴിക്കാൻ ചെന്നപ്പോൾ കടുത്ത ചൂടിൽ ദിവസം മുഴുവനും തന്നെ അവഗണിച്ചതിന് തന്റെ ഉടമസ്ഥന്റെ തലയിൽ കടിച്ചുമെന്നുമാണ് പറയപ്പെടുന്നത്. എന്നാൽ സ്റ്റോറിറ്റിന്റെ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലായത് അവർ അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നാണ്. അങ്ങനെ തോന്നാൻ കാരണം ഒട്ടകത്തിന്റെ കഴുത്തിലെ മുറിവ് കണ്ടാണ്. നമ്പർ 5 ഡോഗ് അറ്റാക്സ് എ കാർ. ചൈനയിലാണ് ഈ രസകരമായ സംഭവം നടക്കുന്നത്. തെരുവ് നായ്ക്കളെ സാധാരണ ആരും ശ്രദ്ധിക്കാറില്ല. തന്റെ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു നായ കിടക്കുന്നത് കണ്ട കാർ ഉടമ അതിനെ തട്ടി മാറ്റിയതിനു ശേഷം അവിടെ തന്റെ കാർ പാർക്ക് ചെയ്തു പോയി. പിന്നീട് അവിടെ നടന്നത് അതിശയകരമായ ഒന്നായിരുന്നു. അയാൾ ഓടിച്ചുവിട്ട നായ തന്റെ കൂട്ടുകാരെയും കൂട്ടി തിരിച്ചു വന്ന് ആ കാറിനെ പൂർണ്ണമായും ആക്രമിച്ചു. ഇതിന്റെ ഭീകരത നമുക്ക് കാട്ടിത്തരാൻ ഒരു CCTV ക്യാമറ അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും അയാൾ തന്റെ തെറ്റ് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. നമ്പർ 4 വൈൽഡ് ബോർ ഗോസ് എ ഹണ്ടർ ടു ഡെത്ത്. 2015 ഒക്ടോബറിൽ സ്പെയിനിലെ ഗലീഷ്യയിൽ ഒരു കാട്ടുപന്നി വേട്ടക്കാരനെ വധിച്ചു. ഒരു 59-കാരനായ വേട്ടക്കാരൻ തന്നെ നായ്ക്കളുമായി കാട്ടിലൂടെ പോവുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാട്ടുപന്നി അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തന്റെ ഇരയെ കണ്ടെത്തിയ ആവേശത്തിൽ അയാൾ അതിനെ ഷൂട്ട് ചെയ്തു. വെടികൊണ്ട പന്നികൾ കൂടുതൽ ആക്രമകാരികൾ ആയിരിക്കും. അവ നേരെ വേട്ടക്കാരനെ ലക്ഷ്യം വെച്ചു പാഞ്ഞു വന്നു. നിസാര പരിക്കു മാത്രം പറ്റിയ ആ കാട്ടുപന്നിയെ തടയാൻ അദ്ദേഹത്തിന്റെ നായ്ക്കൾക്ക് കഴിഞ്ഞില്ല. കാട്ടുപന്നി അയാളുടെ കാലിൽ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. അടിയന്തര സേവനങ്ങൾക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയെങ്കിലും അവർ എത്തിച്ചേരാൻ വൈകിയിരുന്നു. അടിയന്തര സംഘം എത്തിച്ചേരുമ്പോൾ അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു. പിന്നീട് മരണത്തിനും കീഴടങ്ങി.
നമ്പർ 3, a Siberian tiger tracks down and kills a poacher who shot at it. വ്ളാഡിമിർ മാർക്കോവ് ഒരു വേട്ടക്കാരനായിരുന്നു. അയാൾ ഒരിക്കൽ ഒരു സൈബീരിയൻ കടുവയെ വെടിവെച്ചു. അയാൾ അതിനെ കൊന്നുവെന്ന് കരുതി നടന്നു പോവുകയും ചെയ്തു. എന്നാൽ ഏതാനും മണിക്കൂറിന്റെ ഇടവേളയ്ക്ക് ശേഷം നിസ്സാരമായി പരിക്കേറ്റ കടുവ തന്നെ വെടിവെച്ച ആളിനെ പിന്തുടരാൻ തീരുമാനിച്ചു. അയാളുടെ സ്മെൽ ഉപയോഗിച്ചാണ് കടുവ അയാളെ ട്രാക്ക് ചെയ്തത്. ഭാഗ്യവശാൽ ആ സമയത്ത് അയാൾ താമസ സ്ഥലത്തുണ്ടായിരുന്നില്ല. എന്നാൽ ആ കടുവ വേട്ടക്കാരൻ വരുന്നതുവരെ കാത്തിരുന്നു. അയാൾ വന്ന ഉടൻ തന്നെ അയാളെ ആക്രമിച്ചു കൊല്ലുകയും തനിക്ക് ആഹാരമാക്കുകയും ചെയ്തു. ഇത് തീർച്ചയായും ഒരു മൃഗത്തിന്റെ ആസൂത്രിതമായ പ്രതികാരത്തിന് ഉദാഹരണമാണ്. നമ്പർ 2, ലയൺ അറ്റാക്സ് ദ ട്രെയിനർ. സർക്കസുകളിൽ മൃഗങ്ങളോട് അവരുടെ പരിശീലകൻ കാണിക്കുന്ന ക്രൂരതകൾ പല മൃഗസ്നേഹികളും ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈജിപ്ഷ്യൻ സർക്കസിലെ ഈ സിംഹം അക്ഷരാർത്ഥത്തിൽ തന്റെ പരിശീലകനെതിരെ പ്രതികാരം ചെയ്യുകയായിരുന്നു. ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലുള്ള ഒരു സർക്കസ് ക്യാമ്പിൽ 2016 ഡിസംബറിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. സർക്കസ് പ്രോഗ്രാമുകൾക്കിടയിലാണ് ഇത്തരമൊരു സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവം പുറംലോകം അറിഞ്ഞു. ഒരാൾ തന്റെ സഹപ്രവർത്തകരെ സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷിച്ചെങ്കിലും ആശുപത്രിയിൽ വെച്ച് അയാൾ മരിക്കുകയായിരുന്നു. നമ്പർ 1, a leopard attacks a park ranger. കെനിയയിലെ നാക്കുരു നാഷണൽ പാർക്കിലെ പെൺപുലി തന്റെ അതിർത്തി വിട്ട് ആഹാരത്തിനായി ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങി. അവൾ ധാരാളം നാശനഷ്ടങ്ങൾ ആ ഗ്രാമത്തിലുണ്ടാക്കി. ഇതിനെ തുടർന്ന് അതിനെ പിടികൂടി വീണ്ടും നാഷണൽ പാർക്കിൽ എത്തിച്ചു. എന്നാൽ ആ കൂട്ടിൽ നിന്ന് പുറത്തു പോകാൻ അത് വിസമ്മതിച്ചു. ഇതിനെ തുടർന്ന് റേഞ്ചർ ഒരു വടി കൊണ്ട് കുത്തി അതിനെ പുറത്തിറക്കാൻ ശ്രമിച്ചു. ഈ പ്രവൃത്തി അതിനെ കോപാകുലയാക്കി. കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പുലി ആദ്യം തന്നെ ആ റേഞ്ചറിനെ ആക്രമിച്ചു. വിൻഡോ ഗ്ലാസുകൾ ഉയർത്താനെടുത്ത സമയം കാരണം അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ഇത് 21 സ്റ്റിച്ചിനും അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടാനും കാരണമായി.